കേരളത്തിന് ഏറെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നാളാണിന്ന്. അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട് ഇന്ന് 1 വർഷം പൂർത്തിയാകുന്നു. അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികവും അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രയൽ റണ്ണും ഏതാണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ വന്നത് ഒരു കാവ്യ നീതിയാണെന്ന് ഇപ്പോൾ തോന്നിപ്പോവുകയാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിലെ ശക്തി ഉമ്മൻചാണ്ടിയായിരുന്നു എന്ന് അംഗീകരിക്കാൻ വിമുഖത കാട്ടുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. തുറമുഖത്തിൻ്റെ ട്രയൽ റൺ പരിപാടിയിൽ സംസാരിച്ച നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് ഉച്ചരിക്കാൻ പോലും തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ തമസ്കരിക്കാനാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചത്. പക്ഷേ കരൺ അദാനി, ഈ തുറമുഖം കെട്ടിപ്പോകുന്ന വ്യവസായ ഗ്രൂപ്പിൻ്റെ തലവൻ കരൺ, അദ്ദേഹം ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അനുസ്മരിക്കുകയും ചെയ്തു. കരൺ തറവാട്ടിൽ പിറന്ന ആളാണ്. സ്മരിക്കേണ്ടവരെ മറക്കുന്ന സംസ്കാരം അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഉമ്മൻചാണ്ടിയെ ഓർത്തത്. അതുമാത്രമല്ല, ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിലെ യഥാർത്ഥ ശക്തി ഉമ്മൻചാണ്ടിയാണെന്ന് ഇവരെക്കാളിലെല്ലാം നന്നായിട്ട് അറിയാവുന്ന ആൾ കൂടിയാണ് കരൺ അദാനി. ഉമ്മൻചാണ്ടിയുടെ വികസന കാഴ്ചപ്പാട് വളരെ സവിശേഷമായ ഒന്നായിരുന്നു. അതിലദ്ദേഹം ഒട്ടും രാഷ്ട്രീയം കലർത്തിയിരുന്നില്ല. പ്രതിബന്ധങ്ങൾ ഉണ്ടാവും, പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ച പദ്ധതി നടപ്പാക്കിയെടുക്കുക എന്ന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇക്കാര്യത്തിൽ അദ്ദേഹം മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ സ്കൂളിൽ പഠിച്ച ആളായിരുന്നു. അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഗോശ്രീ പദ്ധതി ഇതൊക്കെ നടപ്പാക്കുമ്പോൾ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും കരുണാകരൻ അതിനെയൊക്കെ അതിജീവിക്കുകയാണ് ചെയ്തത്. അതുപോലെയായിരുന്നു ഉമ്മൻചാണ്ടി. വിഴിഞ്ഞത്തിൻ്റെ പേരിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. 4 തവണ ബിഡിങ് പരാജയപ്പെട്ടു. ഏറ്റവും അവസാനം അദാനി നൽകിയ ബിഡ് അദ്ദേഹം മാത്രമായിരുന്നു. അതിനെതിരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും ആക്ഷേപങ്ങളുണ്ടായി. 6000 കോടി രൂപയുടെ അഴിമതിയാണ് നടപ്പാക്കാൻ പോകുന്നത്, റിയൽ എസ്റ്റേറ്റ് പരിപാടിയാണെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ്റെ പാർട്ടി CPM അതിൻ്റെ നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു. ഹൈക്കമാൻഡിൽ ഇതിനെ സംശയത്തോടെയാണ് കണ്ടത്. പക്ഷെ അതൊക്കെ പരിഹരിച്ച് ഈ പദ്ധതി നടപ്പാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി മാത്രമാണ്. അതുപോലെ കൊച്ചി മെട്രോ അത് നഷ്ടമായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞതാണ്. ഇപ്പോൾ അത് ലാഭത്തിലാവുന്നു. യാത്രക്കാർ കൂടി, കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിക്കാൻ സാധിച്ചു. അതുപോലെ സ്മാർട്ട് സിറ്റി, കണ്ണൂർ വിമാനത്താവളം അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ പൂർത്തിയാക്കി പരീക്ഷണ പറക്കൽ നടന്നതാണ്. പക്ഷേ റൺവേയുടെ നീളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM സമരം നടത്തി. പിന്നെ LDF സർക്കാർ വന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് UDF സർക്കാരിന് കിട്ടാതിരിക്കാൻ വേണ്ടി 2.5 കൊല്ലത്തോളം കഴിഞ്ഞാണ് ആ വിമാനത്താവളം വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്തത്. പക്ഷേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇത്തരം വികസന പദ്ധതികളിൽ യാതൊരു രാഷ്ട്രീയവും കലർത്തിയിരുന്നില്ല. നാം നേരത്തെ പറഞ്ഞ മെട്രോ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ ട്രയൽ റണ്ണ്, കണ്ണൂർ വിമാനത്താവളം, ഇതിൻ്റെ ഒന്നും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഉമ്മൻചാണ്ടിയെ വിളിച്ചിരുന്നില്ല. അദ്ദേഹം അതിലൊരിക്കലും ഒട്ടും പരിഭവം പ്രകടിപ്പിച്ചതുമില്ല. കരുതലിനെയും കാരുണ്യത്തെയും വികസനത്തെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയ ആളായിരുന്നു ഉമ്മൻചാണ്ടി. ഒരു സഹായം അഭ്യർത്ഥിച്ചെത്തുന്ന ആരെയും വെറും കൈയോടെ മടങ്ങാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ, അല്ലെങ്കിൽ ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ, അതുമല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ പുതുപ്പള്ളിയിലെ തറവാട്ട് വീട്ടിൽ, ഇവിടെയൊക്കെ അദ്ദേഹത്തെ തേടി, അദ്ദേഹത്തെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. അവർക്കൊക്കെ പരമാവധി സഹായം എത്തിച്ചു കൊടുക്കുന്നതിന് അദ്ദേഹം തയ്യാറായിരുന്നു. അതുമാത്രമല്ല, വെറും നാമമാത്രമായ സഹായമല്ല, ഒരാളുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പരിഹാര നിർദ്ദേശങ്ങളാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. തിരക്കുകൾ ആളുകളെ കാണുന്നതിനോ അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിനോ ഒരു തടസ്സമായില്ല. ഒരിക്കൽ സോളാർ വിഷയം കത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ വർക്കലയിലെ 3 വീടുകളിൽ നിന്നായിട്ട് ഒരു സംഘം ആളുകൾ ഉമ്മൻചാണ്ടിയെ കാണാനെത്തുന്നു. ഈ വീടുകളിൽ നിന്നുള്ള 3 ചെറുപ്പക്കാർ സൗദി അറേബ്യയിൽ ഒരു കൊലക്കേസിൽപ്പെട്ട് വധശിക്ഷയ്ക്ക്
വിധിക്കപ്പെട്ട് കഴിയുകയാണ്. അത് എങ്ങനെയോ സംഭവിച്ചു പോയ ഒരു മരണമായിരുന്നു, ഒരു കൊലപാതകമായിരുന്നു. അവരെ രക്ഷിക്കണമെങ്കിൽ വധിക്കപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കുടുംബം അവർക്ക് മാപ്പ് നൽകണം. അതുമാത്രമല്ല, അവർക്ക് ന്യായമായൊരു നഷ്ടപരിഹാരം, അതിനെ ബ്ലഡ് മണി എന്ന് പറയുക, അത് നൽകണം. ഞാൻ പറഞ്ഞല്ലോ, നാളെ ഈ സർക്കാർ ഉണ്ടാവുമോ എന്നുപോലും ഉറപ്പില്ലാത്ത രീതിയിൽ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ തിരക്കിൻ്റെ ദിവസങ്ങളിൽ അദ്ദേഹം ഇതിനുവേണ്ടി സമയം ചെലവഴിച്ചു. അദ്ദേഹം കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ബന്ധുക്കളെ, അമ്മയെ വിളിച്ചു വരുത്തി അവരോട് സംസാരിച്ചു, അവരുടെ മാപ്പ് നേടിയെടുത്തു. അതിനുശേഷം ബ്ലഡ് മണിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളായി. അത് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സോഴ്സസിൽ നിന്ന് ഈ പണം സമാഹരിച്ചു. ഈ 3 ചെറുപ്പക്കാരെ മോചിപ്പിച്ചു. അവരെ 3 പേരും പുതുപ്പള്ളി ഹൗസിൽ വന്ന് ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ സന്ദർഭവശാൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു. പാർട്ടിയും പുതുപ്പള്ളി മണ്ഡലവും കഴിഞ്ഞായിരുന്നു അദ്ദേഹത്തിന് സ്വന്തം കുടുംബം. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു. നമ്മൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിട്ട് നമ്മൾ പലപ്പോഴും ചിത്രീകരിക്കാറുണ്ട്. ഒരു പരിധിവരെ അത് ശരിയാണ് താനും. കാരണം കോൺഗ്രസിനുള്ളിലെ എ വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം. ഒന്നിച്ചു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സഹപ്രവർത്തകരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുവാൻ അദ്ദേഹം പടപൊരുതിയിട്ടുണ്ട്, അനവരതം പടപൊരുതിയിട്ടുണ്ട്. നമുക്കറിയാം, 1992 KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വയലാർ രവിയും AK ആന്റണിയും തമ്മിൽ മത്സരിച്ചു. ആന്റണി തോറ്റുപോയി. അതിനെ തുടർന്ന് KPCC എക്സിക്യൂട്ടീവിൽ പോലും ആന്റണി ഗ്രൂപ്പുകാരെ അടുപ്പിച്ചില്ല. അങ്ങനെ അവഗണന മൂത്തപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അവർ കളത്തിലിറങ്ങി. ആദ്യം കരുണാകരൻ്റെ ശൈലി മാറണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് കരുണാകരനെ തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അവസാനം കരുണാകരന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. ഈ സാഹചര്യത്തെ ഉമ്മൻചാണ്ടി കരുണാകരൻ്റെ പിറകിൽ നിന്ന് കുത്തി എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്ത ആളുകളുണ്ട്. ചാരക്കേസ് പറഞ്ഞ് കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് തെറിപ്പിച്ചു എന്നായിരുന്നു ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും എതിരായിട്ട് അന്ന് ഉയർന്നു വന്നിരുന്ന വലിയൊരു ആക്ഷേപം. വാസ്തവത്തിൽ 1994 സെപ്റ്റംബർ 22 കുറേ കാലത്തെ ശ്രമങ്ങൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ എ ഗ്രൂപ്പിൽപ്പെട്ട 20 MLA-മാർ ഒപ്പിട്ട് കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് പ്രധാനമന്ത്രി നരസിംഹ റാവുവിന് നൽകുന്നത്. അതും കഴിഞ്ഞ് 1 മാസത്തിന് ശേഷമാണ് ചാരക്കേസ് ഉണ്ടാവുന്നത്. അതിലെ ഒരു പ്രതി എന്ന നിലയിൽ മാരിക്കാരിയായ മറിയം റഷീദയെ അറസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കത്തയച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് ഇതുണ്ടാവുന്നത് തന്നെ. എന്നിട്ട് പോലും ചാരക്കേസിലാണ് കരുണാകരനെ സ്ഥാനത്തു നിന്ന് മാറ്റുമെന്ന് ഉള്ള വ്യാഖ്യാനങ്ങളാണ് വന്നത്. വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അന്ന് കരുണാകരനുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന രമൺ ശ്രീവാസ്തവ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ഈ ചാരക്കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് പിന്നീട് ചില വാർത്തകൾ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ കരുണാകരൻ രമൺ ശ്രീവാസ്തവയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് കോൺഗ്രസിലെ ചിലർ പരാതി പറഞ്ഞു, അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചു എന്നതിനപ്പുറത്ത് ചാരക്കേസും കരുണാകരൻ്റെ രാജിയും തമ്മിൽ വാസ്തവത്തിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പിന്നീടും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള എ വിഭാഗവും കരുണാകരൻ പക്ഷവും തമ്മിലൊക്കെ കോൺഗ്രസിനുള്ളിൽ വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. 2003 ജൂലൈയിൽ ധനവിനിയോഗ ബില്ലിൽ അന്ന് ആന്റണി സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ കരുണാകര പക്ഷം തീരുമാനിച്ചതാണ്. അന്ന് 5 കോൺഗ്രസ് MLA-മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്നത്തെ കൂറുമാറ്റ നിയമത്തിലെ ചില വ്യവസ്ഥകളുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ആ നീക്കത്തെ ഉമ്മൻചാണ്ടിയും കൂട്ടരും പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ചരിത്രം പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ കരുണാകരനും ആന്റണിക്കും ഒപ്പം ഉമ്മൻചാണ്ടിയും ഒരു പ്രധാന കഥാപാത്രമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ തന്നെ പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയിലും അദ്ദേഹം ഇടപെട്ടിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കരുണാകരനെതിരായിട്ട് ഈ പാം ഓയിൽ കേസ് ഉയർന്നു വന്നപ്പോൾ ഉമ്മൻചാണ്ടി കരുണാകരനൊപ്പമാണ് നിന്നത്. അല്ലാതെ ആ അവസരം അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയത്തിന് അന്നത്തെ പ്രതിപക്ഷം അനുമതി ചോദിച്ചപ്പോൾ സ്പീക്കർ അനുവദിച്ചില്ല. പക്ഷേ ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ച നടന്നപ്പോൾ TK രാമകൃഷ്ണൻ ഈ പ്രശ്നം ഉന്നയിച്ചു.
അപ്പോൾ കരുണാകരൻ പാമോയിൽ ഇടപാടിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നതിന് നിയോഗിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി വളരെ സമർത്ഥമായിട്ട് അത് നിർവഹിക്കുകയും ചെയ്തു. പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ പാമോയിൽ കേസ് പിൻവലിക്കാനും അദ്ദേഹം തയ്യാറായി. പുതുപ്പള്ളി അദ്ദേഹത്തെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് പരിഗണിച്ചിരുന്നത്. അതുപോലെ മറിച്ചും പുതുപ്പള്ളി വിട്ടൊരു കളി ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നില്ല. ഞായറാഴ്ചകളിൽ അദ്ദേഹം കേരളത്തിലുണ്ടെങ്കിൽ പുതുപ്പള്ളിയിൽ ഹാജരാകുമായിരുന്നു. അവിടുത്തെ വിവാഹങ്ങൾ, മരണങ്ങൾ എല്ലായിടത്തും എത്തുമായിരുന്നു. അങ്ങനെ ഒരു കുടുംബാംഗത്തെ പോലെ പുതുപ്പള്ളിയെ പരിചരിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ അതിനുശേഷമേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോലും അദ്ദേഹം ഒരു പരിഗണന നൽകിയിരുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. 2011 തെരഞ്ഞെടുപ്പിന് ശേഷം UDF 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അധികാരത്തിൽ വന്നത്. അതൊരു നൂൽപ്പാലത്തിലൂടെയുള്ള നടപ്പായിരുന്നു. പക്ഷേ എല്ലാ ഘടകകക്ഷികളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ആ ടേം പൂർത്തിയാക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ധാരാളം പ്രതിസന്ധികളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ധാരാളം ആക്ഷേപശരങ്ങൾ എതിരാളികൾ അദ്ദേഹത്തിന് നേരെ എതിരുവിട്ടു. നട്ടാൽ കുരുക്കാത്ത അപവാദങ്ങൾ പറഞ്ഞു വരുത്തി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അവരെ വെറുതെ വിട്ടില്ല. പക്ഷേ ഈ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ പോലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അചഞ്ചലനായി നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. അദ്ദേഹം ഒട്ടും പതറിയില്ല. സത്യത്തെ എങ്ങനെ മൂടിവെച്ചാലും, കാർമേഘ പഠനങ്ങൾ സത്യത്തെ ആവരണം ചെയ്ത് നിന്നാലും ഒരിക്കൽ സൂര്യൻ തെളിയുമ്പോൾ ഈ കാർമേഘങ്ങൾ ഒഴിവായി സത്യം പുറത്തു വരും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അദ്ദേഹത്തിനെതിരായ ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലും ഒട്ടും കഴമ്പില്ലെന്ന് കേരളം മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം നമ്മെ വിട്ട് യാത്രയായത്. അദ്ദേഹത്തെ കേരള ജനത എത്രമേൽ സ്നേഹിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര തെളിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി പുതുപ്പള്ളിയിലേക്കുള്ള ആ അന്ത്യയാത്രയിലെ 10,000-കണക്കിന് ആളുകളാണ് നിരത്തിൻ്റെ ഇരുവശത്തും കാത്തുനിന്ന് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഒരുപക്ഷെ ഇതുപോലൊരു വിലാപയാത്ര കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് നാടിൻ്റെ പ്രിയപ്പെട്ട മകനെ കേരളം യാത്രയാക്കിയത്? ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി തലകുനിക്കുന്നു.